ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഡിസൈനിൻ്റെ രണ്ടാമത്തെ പാർട്ടിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് റിലേറ്റഡ് തിയറി കമ്പോണൻസ് ഡിസ്കസ് ചെയ്യണം. സോ നമ്മൾ ഇതിൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ലാസ്റ്റ് ഡിസൈനിൽ പറഞ്ഞു നിർത്തിയത് 3 മെയിൻ പ്രിൻസിപ്പിൾസ് ആയിരുന്നു: റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ ആൻഡ് ലോക്കൽ കൺട്രോൾ. ഇനി ഈ 3 പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പല ഡിസൈൻസും ചെയ്യുന്നുണ്ടല്ലോ, അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്താണ് അനാലിസിസ് ഓഫ് വേരിയൻസ്? അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് split the total variability into component variabilities and testing the effect of these component factors. അതാണ് അനോവ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കുറെ വേരിയബിലിറ്റീസ് ഉണ്ടായിരിക്കും. ആ വേരിയബിലിറ്റീസിനൊക്കെ പല പല കമ്പോണന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ഫാമിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ ഫാമിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്ന മെയിൻ കമ്പോണന്റിന്റെ വേരിയബിലിറ്റി വേറെ ഒരുപാട് കമ്പോണന്റ് ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോയിൽ ഫെർട്ടിലിറ്റി, ഡയറക്ഷൻ ഓഫ് വിൻഡ്, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, യൂസസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. സോ ഡിഫറെന്റ് കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നിൽക്കുന്നത്, ആ ടോട്ടൽ ഈൽഡ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റിന്റെ വേരിയബിലിറ്റി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടോട്ടൽ വേരിയബിലിറ്റിയെ കമ്പോണന്റ് വേരിയബിലിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ എഫക്ട് സ്റ്റഡി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുന്ന സമയത്ത് 2 തരത്തിലുള്ള എററുകളാണ് ഉണ്ടാകുന്നത്: അസൈനബിൾ കോസസും റാൻഡം കോസസും. The variation due to assignable causes എന്ന് പറയുന്നത് can be detected and measured. അത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും, മെഷർ ചെയ്യാനും പറ്റും, ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും പറ്റും. പക്ഷെ റാൻഡം കോസസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതായത് എക്സ്ട്രേനിയസ് സോഴ്സ് ഓഫ് വേരിയേഷൻസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്ലഡ്, അങ്ങനെയൊക്കെയുള്ള കമ്പോണൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞതാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവില്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില്, ഒരു ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ രീതിയിലല്ല നമ്മൾ പറയുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പറ്റുന്ന രീതിയിൽ നമ്മൾ ആ 3 ഡിസൈൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ, CRD. വളരെ എലിമെന്ററി ആൻഡ് ബേസിക് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈനിലോട്ട് വരുമ്പോൾ കുറച്ച് അതിന്റെ ഒരു ലേ ഔട്ട് പറയാം. ആ ലേ ഔട്ട് പറയാതെ കീ പോയിന്റ്സ് പറഞ്ഞാൽ ബൈഹാർട്ട് ചെയ്യാം, എന്നാലും കുറച്ചും കൂടി എളുപ്പം അതിന്റെ ലേ ഔട്ട് ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ കയ്യിൽ ടോട്ടൽ V ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് വി ഹാവ് N പ്ലോട്ട് ഓൾസോ. നമുക്ക് മുഴുവൻ N പ്ലോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സിനെ N പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ V ട്രീറ്റ്മെന്റ്സ് ആൻഡ് N പ്ലോട്ട്സ്, ഓർ ദ എൻറ്റയർ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു N പ്ലോട്ട്സ്. ഇനി ഇതിന്റെ ഒരു ലേ ഔട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ CRD ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ N പ്ലോട്ടുകളെ നമ്മൾ N1, N2 എക്സെട്ര NV പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. The entire experimental unitനെ V plots ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റ് N1 പ്ലോട്ടുകളിൽ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അലോക്കേറ്റ് ചെയ്യും. അത് റാൻഡം ആയിട്ട് അലോക്കേറ്റ് ചെയ്യും, റെപ്ലിക്കേറ്റ് ചെയ്ത് റാൻഡം ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള റിമൈനിങ് N-N1 പ്ലോട്ടുകൾ ഉള്ളത്, അതിനെ നമുക്കൊരു N2 എന്ന് ഡിനോട്ട് ചെയ്യാം. അതിലേക്ക് നമ്മൾ സെക്കൻഡ് ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യും. ഇങ്ങനെ ലാസ്റ്റ് വരുന്ന V ട്രീറ്റ്മെന്റ്സും നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഇതാണ് CRDയുടെ ഒരു ലേ ഔട്ട് എന്ന് പറയും, ഒരു എന്താ പറയുക, അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കീ പോയിന്റുകൾ നോക്കാം. ഈ CRD എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, all the experimental units are considered the same
and no division for grouping among them exist. എല്ലാ എക്സ്പെരിമെന്റൽ യൂണിറ്റുകളും സെയിം ആണ്, അതായത് സിമിലർ ആണ്. ആൻഡ് ദർ ഇസ് നോ ബ്ലോക്കിംഗ് ഇസ് നീഡഡ് ബിക്കോസ് ഹോമോജനസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ യൂണിറ്റിലെ നമുക്ക് CRD അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പിന്നെ അവിടെ ഒരു ബ്ലോക്കിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അപ്പം കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ദ എൻറ്റയർ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ഇസ് ഹോമോജനസ് ഓൾവേസ്. ഹോമോജനസ് ആയിരിക്കണം. 2, in CRD, the V treatments are allocated randomly to the whole set of experimental units without making any effort to group the experimental units in any way for more homogeneity. അതായത് കൂടുതൽ ഹോമോജീനിറ്റി ഒന്നും ആക്കേണ്ട ആവശ്യം വരുന്നില്ല, ബിക്കോസ് ഹോമോജീനസ് ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. Design is entirely flexible in the sense that any number of treatments or replications may be used. എത്ര പ്രാവശ്യം വേണമെങ്കിലും, എത്ര ട്രീറ്റ്മെന്റ് വേണമെങ്കിലും, എത്ര റെപ്ലിക്കേഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഒരുപാട് ലാർജ് ആവരുത്. ഭയങ്കര ഇൻഫൈനറ്റ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ഒന്നും അങ്ങനെയൊന്നും ഉള്ളൊരു കൺസെപ്റ്റ് CRDക്ക് പറ്റില്ല. The number of replications for different treatments need not be equal and may vary from treatment to treatment depending on the knowledge, if any, on the variability of the observations on individual treatments as well as on the accuracy required for the estimate of individual treatment effect. അതായത് CRDയിൽ ഇന്ന ട്രീറ്റ്മെന്റ് ഇത്ര പ്രാവശ്യമേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ട്രീറ്റ്മെന്റ്സും ഇത്ര പ്രാവശ്യമേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ നമ്മൾ ചില ട്രീറ്റ്മെന്റുകൾ നോക്കുന്ന സമയത്ത് അതിന് മോർ ഇൻഫർമേഷൻസ് തരാൻ പറ്റുമെങ്കിൽ അതിനെ മോർ ടൈംസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ റെപ്ലിക്കേഷൻസ് എല്ലാ ട്രീറ്റ്മെന്റിനും ഒരേപോലെ ആവണമെന്നില്ല. ഡിഫറെന്റ് ടൈംസ് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ചുരുക്കി പറഞ്ഞാൽ CRD is used when the experimental material is homogeneous. എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഹോമോജനസ് ആവുമ്പോഴാണ് CRD യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന പോയിന്റുകൾ ഓർത്തു വെക്കണം. ഇതാണ് 4 ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് CRD എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഹോമോജനസ് ആയിരിക്കണം. And CRD is well suited for the small number of treatments and for the homogeneous experimental material. ചെറിയ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ്, അതായത് ഒരു ട്രീറ്റ്മെന്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നതാണ് CRDക്ക് എപ്പോഴും നല്ലത്. ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെട്രോജീനിയറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. CRD ഇൻഎഫിഷ്യന്റ് ആയിട്ട് മാറും ഹെട്രോജീനസ് ഒക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഹോമോജനസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ മെറ്റീരിയൽസിലാണ് CRD യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹെട്രോജീനിയറ്റി പറ്റില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും റെപ്ലിക്കേഷൻസ് ചെയ്യാം. എല്ലാം ഈക്വൽ നമ്പർ ഓഫ് റെപ്ലിക്കേഷൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. CRD സ്മോൾ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് ഇസ് ഇൻഎഫിഷ്യന്റ് ഇൻ സംടൈംസ്. ഇനി ഇതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് Yij is equal to mu plus alpha ij plus epsilon ij. Yij എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ എന്താ പറയാ വൺ വേ അനോവയുടെ, അല്ലെങ്കിൽ CRD എന്ന് പറയുന്നത് ഏകദേശം വൺ വേ അനോവ പോലെ തന്നെയാണ്. അപ്പോൾ CRDയുടെ ഒരു എന്താ പറയാ മോഡൽ ഇങ്ങനെയാണ്. ഇതിൽ Yij എന്ന് പറയുന്നത് be the observation recorded from jth plot receiving ith treatment. ith treatment jth പ്ലോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒബ്സർവേഷൻ. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ മീൻ എഫക്ട്. ആൽഫ ij എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയുടെ എഫക്ട്. ഇതേപോലത്തെ ith ട്രീറ്റ്മെന്റ് jth പ്ലോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൽഫയുടെ എഫക്ട്. ആൻഡ് എപ്സിലോൺ ij എന്ന് പറയുന്നത് എറർ ആണ്. പിന്നെ നമുക്കറിയാം അനോവയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് ഈ എററുകൾ എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും with mean 0 and variance sigma square. അത് ഓർത്ത് വെക്കുക. അപ്പൊ മോഡൽ ഓർത്ത് വെക്കുക. Yij is equal to mu plus alpha ij plus epsilon ij. പിന്നെ അതിൽ ഓരോന്നും എന്താന്ന് ഓർത്ത് വെക്കുക. ഇനി എപ്സിലോൺ ij നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, എന്താ ഈ എക്സ്പെരിമെന്റൽ എററുകൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദീസ് എപ്സിലോൺ ijs ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്കറിയാം ഇവിടെ ടോട്ടൽ സം ഓഫ് സ്ക്വയറിനെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ വേരിയബിലിറ്റിയെ നമ്മൾ കമ്പോണന്റ് വേരിയബിലിറ്റീസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ടോട്ടൽ വേരിയബിലിറ്റി ആയിട്ടുള്ള TSSനെ 2 കമ്പോണൻസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒന്ന് SST, സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ്, അതായത് വേരിയബിലിറ്റി ഡ്യൂ ടു ട്രീറ്റ്മെന്റ്, പ്ലസ് ദ എറർ സം ഓഫ് സ്ക്വയേഴ്സ്, അതായത് എറർ വേരിയൻസ്. ഇങ്ങനെ 2 വേരിയബിലിറ്റീസ് ആയിട്ടാണ് നമ്മൾ ടോട്ടൽ എററിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്.
എന്നിട്ട് ഈ കമ്പോണന്റുകളുടെ എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഭയങ്കര തിയറിയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, അപ്പൊ നമ്മുടെ സമയം ഒരുപാട് പോകും. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. CRT-യിൽ ടോട്ടൽ വേരിയബിലിറ്റി 2 വേരിയബിലിറ്റീസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി ഓരോന്നും ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുക. SST ഫോളോ ചെയ്യുന്നത് അതായത് വേരിയബിലിറ്റി ഡ്യൂ ടു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് V-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് -1. അതേപോലെ TSS ആണെങ്കിൽ chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N-1, അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്ലോട്ട്സ് -1. അപ്പൊ എറർ എന്ന് പറയുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N-V ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഓർത്തിരിക്കുക. അപ്പോൾ അനോവയില് ഓരോ എററുകളും ഓരോ വേരിയബിലിറ്റികളും ഫോളോ ചെയ്യുന്നത് chi-square ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഓർത്തു വയ്ക്കുക. എറർ ഫോളോ ചെയ്യുന്നത്, പ്യുവർ എറർ ഫോളോ ചെയ്യുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വേരിയബിലിറ്റീസ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. TSSന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം N-1, SSTയുടെ V-1, SSCയുടെ N-V. ഇത് ഓർത്തു വയ്ക്കാം. പിന്നെ ലാർജർ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് വരുമ്പോൾ നമുക്ക് CRD യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, CRD അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് അറിയാവുന്നതായിരിക്കും അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക്. എന്നാലും നമുക്ക് ഇതിനകത്ത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അനോവയില് വരുന്ന ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന F-ടെസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് മീൻ സം ഓഫ് സ്ക്വയർ എന്ന് പറയുന്ന, അതായത് ഇപ്പൊ നമ്മൾ SST പറഞ്ഞു ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയർസ്, TSS പറഞ്ഞു ടോട്ടൽ സം ഓഫ് സ്ക്വയർസ്, SSE പറഞ്ഞു എറർ സം ഓഫ് സ്ക്വയർ ഓർ വേരിയബിലിറ്റീസ്. ഇനി നമുക്ക് മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് SST ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ദാറ്റ് ഇസ് V-1. അതേപോലെ MSE ഉണ്ട്, മീൻ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു എറർ, അതായത് SSE ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി നമുക്ക് ഇവിടെ ഒരു F-ടെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഇസ് MST ബൈ MSE. ഇതും ഓർത്ത് വെക്കാം. ഒരൊറ്റ F-ടെസ്റ്റേ ഉള്ളൂ നമുക്ക് CRDയിൽ. കാര്യം അവിടെ ഒരു കമ്പോണന്റ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു ഫാക്ടറിനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒറ്റ ഫാക്ടറിന്റെ ഡിഫറെന്റ് ലെവൽസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക. ഇനി സമയം കളയുന്നില്ല, റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. When the experimental material is not homogeneous and there are weak treatments to be compared. അതായത് RBDയിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരെണ്ണത്തിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അടുത്തതിലേക്ക് വരിക. അപ്പോൾ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിലേക്ക് വരുന്നത് ഹെട്രോജീനിറ്റി അറൈസ് ചെയ്യുന്ന സമയത്താണ്. ഹെട്രോജീനിറ്റി ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, RBDയിലേക്ക് വരുന്നത്. ഇനി അതിന്റെ ഓവറോൾ ഡിസൈൻ എന്ന് പറയാം. നമ്മുടെ കയ്യില് V ട്രീറ്റ്മെന്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് വി ഹാവ് B ബ്ലോക്സ്. V ട്രീറ്റ്മെന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ V ട്രീറ്റ്മെന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഹെട്രോജീനസ് ആവുന്ന സിറ്റുവേഷനിലാണല്ലോ നമ്മൾ RBD യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള എൻറ്റയർ പ്ലോട്ടുകളെ അല്ലെങ്കിൽ എൻറ്റയർ എക്സ്പെരിമെന്റൽ യൂണിറ്റുകളെ B ബ്ലോക്കുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. B ബ്ലോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓരോ ബ്ലോക്കിലും V പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ഓരോ ബ്ലോക്കിലും V പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ഓരോ ബ്ലോക്കിനകത്തും ഈ V ട്രീറ്റ്മെന്റുകളെ റാൻഡം ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്താണ്. ഓക്കെ, ഇതാണ് RBDയുടെ ഒരു ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത്. V ട്രീറ്റ്മെന്റുകളെ B ബ്ലോക്കുകളിലായിട്ട് അലോക്കേറ്റ് ചെയ്യും. ഇനി എന്റെ കീ പോയിന്റുകൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. ഗ്രൂപ്പ് ദി എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ഇൻ ടു ബ്ലോക്സ് ഓഫ് സൈസസ് B യൂണിറ്റ്. V പ്ലോട്ടുകളുള്ള B ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു. ബ്ലോക്സ് ആർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ബ്ലോക്സ് ആർ കൺസ്ട്രക്റ്റഡ് സച്ച് ദാറ്റ് ദ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് വിത്തിൻ എ ബ്ലോക്ക് ആർ റിലേറ്റീവ്ലി ഹോമോജനസ്. അതായത് ഓരോ ബ്ലോക്കുകളും ഹോമോജനസ് ആണ്. ഓരോ ബ്ലോക്കുകളും ഹോമോജനസ് ആണ്. ഒരു ബ്ലോക്കിനകത്ത് ഒരേ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക, യൂണിറ്റുകളായിരിക്കും ഉണ്ടാവുക. ആൻഡ് റിസംബിൾ ടു ഈച്ച് അതർ മോർ ക്ലോസ്ലി ദാൻ ദ യൂണിറ്റ്സ് ഇൻ ഡിഫറെന്റ് ബ്ലോക്സ്. ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ഇനി
റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും ലോക്കൽ കൺട്രോളും ഉപയോഗിക്കുന്ന ഒരു ഡിസൈൻ RBD ആണ്. വൺ ഓഫ് ദി ഡിസൈൻ RBD ആണ്. CRDയിൽ നമ്മൾ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കാം. CRDയിൽ റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, RBDയിൽ മൂന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഡിസൈൻ ആണ്. Yij is equal to mu plus alpha ij plus beta ij plus epsilon ij. ഇതാണ് അടുത്തതായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ഓക്കെ, ജനറൽ മെയിൻ എഫക്ട്, നമ്മുടെ ഒബ്സർവേഷൻ. പിന്നെ ഇവിടെ രണ്ട് ഫാക്ടറുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. CRDയിൽ ഓൺലി വൺ ഫാക്ടർ വിത്ത് ഡിഫറെന്റ് ലെവൽസ് ആണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ RBDയിൽ 2 ഫാക്ടേഴ്സ് വിത്ത് ഡിഫറെന്റ് ലെവൽസ് ആണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ ട്രീറ്റ്മെന്റ് എഫക്റ്റ് എന്നും ബ്ലോക്ക് എഫക്റ്റ് എന്നുമാണ് പറയുക. അതായത് ഇവിടെ നമുക്കപ്പോ ട്രീറ്റ്മെന്റ് വേരിയബിലിറ്റി വരും, ടോട്ടൽ വേരിയബിലിറ്റി വരും, ബ്ലോക്ക് വേരിയബിലിറ്റി വരും, എറർ വേരിയബിലിറ്റി വരും. അപ്പോ MST വരും, SST ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ട്രീറ്റ്മെന്റ് V, സോ V - 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. MSB ബ്ലോക്ക് മീൻ സം ഓഫ് സ്ക്വയർസ്, അപ്പൊ SSB ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആൻഡ് എററിന്റെ വരും MSE, ദാറ്റ് ഇസ് SSE ബൈ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഹിയർ എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് B - 1 ഇൻറ്റു B - 1. അപ്പൊ ഇവിടെ രണ്ട് എഫ് ടെസ്റ്റുകൾ വരും, MST ബൈ MSCയും വരും, രണ്ടാമത്തത് MSB ബൈ MSEയും വരും. രണ്ട് എഫ് ടെസ്റ്റുകളാണ് ഇവിടെ വരുന്നത്, ബിക്കോസ് രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം B - 1, ബ്ലോക്കിന്റെ ഡിഗ്രീസ് ഫ്രീഡം B - 1, എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം B - 1, V - 1. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇനി ഫസ്റ്റ് എഫിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ദാറ്റ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഓട്ടോമാറ്റിക്കലി എങ്ങനെയായിരിക്കും വരാം? V - 1, V - 1 ഇൻറ്റു B - 1 അറിയാലോ. അതുപോലെ ഇവിടുത്തെ എങ്ങനെയായിരിക്കും? F ഓഫ് B - 1, B - 1 ഇൻറ്റു V - 1. അതായത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ടോട്ടലിന്റെ വരുന്നത് BV - 1 ആയിരിക്കും, ബിക്കോസ് ബ്ലോക്ക് ബിയും ട്രീറ്റ്മെന്റ് വിയും ആണെങ്കിൽ B ഇൻറ്റു V ആയിരിക്കുമല്ലോ ടോട്ടൽ വരിക. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് ആണ്. അത് ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് ഡിസൈനിന്റെ അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും മിസ്സാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഡിസൈനിന്റെ മാത്രം ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പറയാത്ത ക്ലാസ്സുകളിൽ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിൽ മേക്കപ്പ് ചെയ്യാം. ഓക്കെ, so first question, in a completely randomized design, treatments are assigned. 1. Randomly to all experimental units based on a predefined pattern to blocks in a systematic way using a factorial approach. പെട്ടെന്ന് ഇത് കിട്ടും, റാൻഡം ആയിട്ടാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ A ആണ് ആൻസർ. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ എലിമിനേറ്റ് ചെയ്ത് നോക്കിക്കോ. ബേസ്ഡ് ഓൺ എ പ്രീഡിഫൈൻഡ് പാറ്റേൺ, അതെന്തായാലും വരില്ല. അങ്ങനെ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ല. ടു ബ്ലോക്സ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ, അതെന്തായാലും വരില്ല, ബിക്കോസ് CRDയിൽ ബ്ലോക്സ് ഇല്ല. ദെൻ ഫാക്ടോറിയലിനെ പറ്റി നമ്മൾ പറയുന്നേ ഇല്ല. അപ്പൊ അത് 3 ഒഴിവാക്കാം. സോ ഓപ്ഷൻ A. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് CRD? സിമ്പിൾ ആൻഡ് ഈസി ടു അനലൈസ്, എഫിഷ്യന്റ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ്. അതെന്തായാലും വരില്ല, കാര്യം ഒരുപാട് ലാർജ് നമ്പർ ആയാൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഹെറ്ററോജനസ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്, ഹെറ്ററോജീനിയറ്റ് CRDയുടെ ഒരു ഫാക്ടറേ അല്ല, അപ്പൊ അതും ഒഴിവാക്കാം. പിന്നെ ബോത്ത് A ആൻഡ് C എന്തായാലും ഒഴിവാക്കാം. അപ്പൊ ഓപ്ഷൻ A, സിമ്പിൾ ആൻഡ് ഈസി ടു അനലൈസ്, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ A ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. 3.
The main purpose of using a randomized block design is to increase the number of treatments, control for variability among experimental units, simplify randomization, reduce the number of replications. ഇവിടെ എന്തായിരിക്കും? Obviously, control for variability ആണ് for experimental unit. നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് കൂടിയാലും ഉപയോഗിക്കാം, പക്ഷെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല അതിന്റെ പർപ്പസ്. പെട്ടെന്ന് ചിലർ കാണുമ്പോൾ അതും നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് കൂടിയാൽ നമുക്ക് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ഉപയോഗിക്കാം, പക്ഷെ പേർപ്പസ് അതല്ല. പിന്നെ റാൻഡമൈസേഷൻ സിംപ്ലിഫൈ ആണെന്നൊന്നും പറഞ്ഞിട്ടുള്ള പർപ്പസ് ഒന്നും പറയാനേ പറ്റില്ല. അപ്പൊ പിന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ. In RBD, the experimental units are grouped into blocks based on random allocation, similarity in characteristics, treatment levels, factorial combinations. Factorial combinations ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അപ്പൊ അതെന്തായാലും വരില്ല. റാൻഡം അലോക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ നമ്മൾ എന്താ എക്സ്പെരിമെന്റൽ യൂണിറ്റുകളെ ബ്ലോക്ക് ആക്കി മാറ്റുന്നത്. എന്തിനാ ബ്ലോക്ക് ആക്കി മാറ്റുന്നേ? ഓരോ ബ്ലോക്കുകളും ഹോമോജീനസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഹോമോജീനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ക്യാരക്ടേഴ്സ് പൊസസ് ചെയ്യുന്ന ആൾക്കാർ. സോ സിമിലാരിറ്റി ഇൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ ഓപ്ഷൻ എയും പിന്നത്തെ രണ്ടെണ്ണത്തിന്റെ ഓപ്ഷൻ ബിയും. അപ്പൊ ഞാനിത് ജസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ പോയിന്റ് ആക്കി പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ 4 പേഷ്യൻസ് എടുത്തേ ഉള്ളൂ. നമുക്ക് അല്ലാതെ കുറച്ച് പേഷ്യൻസ് ചെയ്യാം ഡിസൈനിന്റെ തീർന്നു കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചിട്ട് സമയം എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് അതർ സോഴ്സസ് വെച്ച് പഠിക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് മൊമെന്റിൽ വന്നിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിന്റ്സ് ആക്കി പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാക്സിമം വേറെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.